ഹലോ എവരിബഡി, വെൽക്കം ടു ഡെൻറ്റ് ഈസി വിത്ത് എം ജെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാത്തോളജിയിൽ ഒരു 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമായിട്ടുള്ള അപ്പോപ്ടോസിസ് ആൻഡ് നെക്രോസിസ് തമ്മിലുള്ള ഡിഫറൻസ് ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, സെക്കൻഡ് ഇയർ BDS സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സെക്ഷനുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ പറയുന്നത് അപ്പോപ്ടോസിസ് ആൻഡ് നെക്രോസിസ് തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാംഡും കൺട്രോൾഡും ആയിട്ടുള്ള ഒരു സെൽ ഡെത്തിനെയാണ് നമ്മൾ അപ്പോപ്ടോസിസ് എന്ന് മെയിൻലി പറയുന്നത്. നെക്രോസിസ് എന്ന് പറയുന്നത് സെൽ ഡെത്ത് വിത്ത് ഡീഗ്രഡേഷൻ ഓഫ് ടിഷ്യൂ ബൈ പ്രോട്ടിയോലൈറ്റിക് എൻസൈം. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് വന്നിട്ട് നമ്മുടെ ടിഷ്യൂവിൻ്റെ ഡീഗ്രഡേഷൻ നടത്തുന്നുണ്ട്. ആ ഒരു പരിപാടി നമ്മൾ പറഞ്ഞ പേരാണ് നെക്രോസിസ്. ഈ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു മരണോ, നെക്രോസിസ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് വരുന്നൊരു മരണമാണ് നമ്മുടെ നെക്രോസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോഗ്രാംഡ് ആയിട്ടുള്ളതും കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ആണ്. ഇവിടെ സെൽ ഡെത്തും അതിനൊപ്പം തന്നെ ഡീഗ്രഡേഷൻ ഓഫ് ടിഷ്യൂ ബൈ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ആണ് ഇവിടെ മെയിൻലി സംഭവിക്കുന്നത്. അപ്പോപ്ടോസിസ് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലും പാത്തോളജിക്കലായിട്ടുള്ള കോസ് കാരണമാണ് അപ്പോപ്ടോസിസ് മെയിൻലി ഉണ്ടാകുന്നത്. നെക്രോസിസ് ഉണ്ടാകുന്നത് പാത്തോളജിക്കലായിട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഈ നെക്രോസിസ് മെയിൻലി ഉണ്ടാകുന്നത്. ഇനി അപ്പോപ്ടോസിസ് നടന്ന സമയത്ത് സെൽ എന്താ ചെയ്യുന്നത്? ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്, ചുരുങ്ങും. കോസസ് ഷ്രിങ്കേജ് ഓഫ് ദ സെൽ. ഈ നെക്രോസിസ് നടക്കുമ്പോൾ സെൽ എപ്പോഴും സ്വെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. സെല്ലിന് എപ്പോഴും എന്താ ഉണ്ടാവുന്നത്? സ്വെല്ലിംഗ് ആണ് നമ്മൾ മെയിൻലി ഉണ്ടാവുന്നത്. ഈ അപ്പോപ്ടോസിസ് എപ്പോഴും ഒരു സെല്ലിനെ മാത്രമേ ബാധിക്കുള്ളൂ. അതുകൊണ്ട് സിംഗിൾ സെല്ലിൻ്റെ ഡെത്ത് മാത്രമേ അപ്പോപ്ടോസിസിൽ നടക്കുള്ളൂ. നെക്രോസിസിൽ അതല്ല, സറൗണ്ട് ചെയ്തിരിക്കുന്ന ടിഷ്യൂസിൻ്റെ മൊത്തം ഡെത്ത് നെക്രോസിസിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഇൻഫ്ലമേഷൻ കാണില്ല, അപ്പോപ്ടോസിസിൽ ഇൻഫ്ലമേഷൻ കാണില്ല, പക്ഷേ നെക്രോസിസിൽ എന്ത് കാണും? നമ്മൾ ഇൻഫ്ലമേഷൻ കാണുമെന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ അപ്പോപ്ടോസിസിന് എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. എനർജി വേണം. നെക്രോസിസിന് എന്ത് വേണ്ട? എനർജി വേണ്ട. പിന്നെ ഇവരുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അപ്പോപ്ടോസിസിൻ്റെ ന്യൂക്ലിയസ് ഫ്രാഗ്മെൻറ്റേഷൻ അണ്ടർഗോ ചെയ്യും. നെക്രോസിസിൻ്റെ ന്യൂക്ലിയസ് പൈഗ്നോസിസ്, കാരിയോലൈസിസ്, കാരിയോറെക്സിസ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് അണ്ടർഗോ ചെയ്യണത്. ഇനി നമ്മൾ പറഞ്ഞ ഈ അപ്പോപ്ടോസിസിൽ മെയിൻലി ഇവിടെ സെൽ ഡെത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇഞ്ചോറിയസ് ആയിട്ടുള്ള ഏജൻറ്റുകളും അതേപോലെ തന്നെ ലോസ് ഓഫ് നമ്മുടെ സിഗ്നൽ ഓഫ് നോർമൽ സെല്ലിൻ്റെ സിഗ്നൽ ലോസ് ആകുമ്പോഴും ചില ഇൻജൂറിയസ് ഏജൻറ്റ്സ് വരുമ്പോഴാണ് അപ്പോപ്ടോസിസിൽ സെൽ ഡെത്ത് സംഭവിക്കുന്നത്. നെക്രോസിസിൽ സെൽ ഡെത്ത് സംഭവിക്കുന്ന ഇഷ്കീമിയ, ഹൈപ്പോക്സിയ, അതേപോലെ തന്നെ ഫിസിക്കൽ ഏജൻറ്റ്സ് കാരണമാണ്. ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ ടണൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഈ ടണൽ ടെസ്റ്റ് എപ്പോഴും അപ്പോപ്ടോസിസിലെ ടണൽ ടെസ്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആവുന്നത് എപ്പോഴും നമ്മുടെ നെക്രോസിസിലായിരിക്കും. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ മെയിൻലി ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്. അപ്പോപ്റ്റിക് ബോഡീസിൻ്റെ ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് മാക്രോഫേജസ് കാരണമാണ്. ഫാഗോസൈറ്റോസിസ് ഓഫ് നമ്മുടെ നെക്രോസിസിൽ ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് ഈ പറഞ്ഞ മാക്രോഫേജസ് കാരണമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അപ്പോപ്ടോസിസ് ആൻഡ് നെക്രോസിസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇതെന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് റിവൈൻഡ് ചെയ്യാം. എന്താണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രാംഡും കൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ആണ്. നെക്രോസിസ് എന്ന് പറയുന്നത് സെൽ ഡെത്ത് വിത്ത് ഡീഗ്രഡേഷൻ ഓഫ് ടിഷ്യൂ ബൈ പ്രോട്ടിയോലൈറ്റിക് എൻസൈം. ഫിസിയോളജിക്കലും പാത്തോളജിക്കലായുള്ള കാരണങ്ങളാണ് നമ്മുടെ അപ്പോപ്ടോസിസിന് കാരണമെന്ന്. നെക്രോസിസിന് കാരണം എന്ന് പറയുന്നത് പാത്തോളജിക്കലായുള്ള കാരണം മാത്രമായിരിക്കും. സെല്ല് എപ്പോഴും ഇവിടെ ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോപ്ടോസിസിൽ ഇവിടെ സെല്ല് സ്വെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫാഗോസൈറ്റോസിസ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ മാക്രോഫേജസ് വഴി. അങ്ങനെയാണ് അപ്പോപ്റ്റിക് ബോഡീസ് ഉണ്ടാവുന്നത്. അപ്പോപ്റ്റിക് ബോഡീസിനെ ഫാഗോസൈറ്റോസ് ചെയ്യുന്നുണ്ട് ബൈ മാക്രോഫേജസ്. നെക്രോസിസിന് അവിടെ ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട് ബൈ ദ മാക്രോഫേജസ്. പിന്നെ ഇവിടെ സെൽ എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല, ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ എപ്പോഴും എന്താ പറയുക, എനർജി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഇവർ എനർജി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ന്യൂക്ലിയസിന് കേസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ഇവിടെ ഫ്രാഗ്മെൻറ്റേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസ് പൈഗ്നോസിസ്, കാരിയോലൈസിസ് ആൻഡ് കാരിയോറെക്സിസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ എപ്പോഴും സെൽ ഡെത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചൂരിയസ് ഏജൻസിൻ്റെ ആക്ഷൻ വഴിയാണ് നടക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചൂരിയസ് ഫിസിക്കൽ ഏജൻറ്റുകളും ഇസ്കീമിയ, ഹൈപ്പോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ കാരണമാണ് മെയിൻലി സംഭവിക്കുന്നതെന്ന് പറയണം. പിന്നെ നമ്മൾ പറഞ്ഞ ടണൽ ടെസ്റ്റ് ഇവിടെ പോസിറ്റീവാണ്, ടണൽ ടെസ്റ്റ് ഇവിടെ നെഗറ്റീവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ
നമ്മുടെ അപ്പോപ്ടോസിസ് നെക്രോസിസിന് ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതാൻ മറക്കരുത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്പോപ്ടോസിസ് നെക്രോസിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. സോ 4-ാം തീയതി നമ്മൾ എക്സാം വരുവാണ്. നമുക്ക് അതിന് മുന്നേ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.